ഇതിലെന്താണെന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. നിങ്ങൾ സർപ്രൈസ് ആയോ? എല്ലാവരും വീഡിയോ കണ്ടില്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? സോ നെക്സ്റ്റ് ഗിഫ്റ്റ് അൺറാപ്പ് ചെയ്താലോ? ഓക്കെ, അൺബോക്സിങ്ങിൽ കിടക്കാം. സോ ഫ്ലിപ്കാർട്ട് ഐറ്റംസ് ആണ് ഇതിൽ മൊത്തം. ഇതെനിക്ക് തന്നത് എൻ്റെ CUK മീൻസ് PGക്കുണ്ടായ നിമിഷ അഞ്ചി. സോ അവർ രണ്ട് പേരും തന്നതാണ്. സോ ഒരു ജ്വല്ലറി സെറ്റാണ് അവർ തന്നത്. ഇത് ഞാൻ കല്യാണം ആയതുകൊണ്ട് കല്യാണത്തിന് വല്ലതും ഇടാൻ പറ്റിയതാണോ എന്നറിയാൻ വേണ്ടി അൺബോക്സ് ചെയ്തതായിരുന്നു. സോ ഹായ്, ഇത് നെക്സ്റ്റ് വൈ സോ ഒരു ജ്വല്ലറി സെറ്റാണ് അല്ലേ? ക്യൂട്ട്. ഇതിന് ഒരു കോമഡി ഉണ്ട് ആക്ച്വലി. ഇവരും സർപ്രൈസ് തരാമെന്ന് വെച്ചിട്ട് എനിക്ക് സാധനം ഓർഡർ ചെയ്തതായിരുന്നു. പക്ഷേ എനിക്ക് ഇവർ ഓർഡർ ചെയ്ത ദിവസം തന്നെ എൻ്റെ അഡ്രസ്സിലേക്കാണ് അവർ ഓർഡർ ചെയ്തത്. ഓർഡർ ചെയ്ത ദിവസം തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു, വൺ ഓർഡർ ഫ്രം ഫ്ലിപ്കാർട്ട് ഫ്രം നിമിഷ എന്നുണ്ട്. അപ്പോൾ എനിക്ക് രണ്ട് നിമിഷം ഉണ്ടായിരുന്നു. ഇത് ഏത് നിമിഷമാണ് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഓർഡർ അടുക്കും തോറും എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ഉദ്ദേശിച്ച നിമിഷയാണ്. സോ നിമിഷ 5 ഒരുമിച്ചാണ് എനിക്കത് തന്നത്. സോ ഇത് ഈ സർപ്രൈസും പൊളിഞ്ഞിരുന്നു. പക്ഷേ എന്താ ഗിഫ്റ്റ് ലൈക്ക് ഇപ്പം ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ നമുക്ക് അറിയാലോ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്. ഞാൻ ഈ മാല സെറ്റിൻ്റെ ഒക്കെ പിക്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇതൊന്ന്. നെക്സ്റ്റ് ഇതും ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ അധികം മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ എല്ലാ ആപ്പിലും ഈ സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഡ്രസ് കോഡ് സെറ്റ് പോലത്തെ. സോ ഞാൻ ആ ടൈമിൽ ഇത് വന്നിട്ട് മേടിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ മനസ്സ് വായിച്ചത് ഇത് പൊളിക്കണം. പൊളിച്ച് നോക്കണില്ല, ജസ്റ്റ് ഇട്ട് നോക്കണം വേണ്ട. ഞാനൊരു വീഡിയോ ഇതൊക്കെ ഇട്ടിട്ട് വരാം. നല്ല കളർ, നല്ല മണം. അവര് കേക്ക് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി സർപ്രൈസ് ആയി, ഞാൻ പറയാൻ പറ്റൂ. ഞാൻ പുറത്ത് പോയി തിരിച്ച് വന്നപ്പോഴായിരുന്നു അമ്മ പറഞ്ഞത് ഐഡിയൽ ബേക്സ് എന്നൊരു കേക്ക് വന്നിട്ടുണ്ട്. കേക്കിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ എവിടെയും കൊടുക്കും. വന്നിട്ടുണ്ട്, നിമിഷ എന്നാണ് പേര് വന്നത്. അപ്പം ഞാൻ അപ്പോഴും ഡൗട്ട് അടിച്ചു, 2 നിമിഷയല്ലേ, അതിലേത് നിമിഷമായിരിക്കും ഡൗട്ട് അടിച്ചു. എന്നിട്ട് ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ ചോദിച്ചു, എന്നിട്ട് നിങ്ങൾ കേക്ക് നിമിഷം 5 ഗ്രൂപ്പിൽ ഞാൻ ചോദിച്ചു നിങ്ങൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു അതിപ്പോഴാണ് അറിയുന്നത്, ഇപ്പോഴാണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞു അതെങ്കിലും അങ്ങനെ സർപ്രൈസ് ആയി ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നത് ആക്ച്വലി ഇതായിരുന്നു കൂട്ടത്തിൽ. പക്ഷേ അങ്ങനെ ഞാൻ പറയില്ല, പക്ഷെ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഞാനിവിടെ വെറുതെ വീട്ടിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു അവളുടെ അമ്മ കയറി വരുന്നത്. പെട്ടെന്ന് ഒരു രാത്രി ഒരു 7-7:30 ഒക്കെ ആയപ്പോൾ അമ്മ വരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ആൻറ്റി വീട്ടിലിരിക്കുക എന്നൊക്കെ പറഞ്ഞിതാക്കി. അപ്പോൾ അത് കഴിഞ്ഞോട് ആൻറ്റി അവളെ വിളിച്ചു, ഫോണിൽ വിളിച്ചു. ആൾ ഈ നാട്ടിലില്ല, ലണ്ടനിൽ പഠിക്കാറ്. സോ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ്. ലൈക്ക് ഞാൻ എൻ്റെ അനിയത്തിനെ പോലെ ട്രീറ്റ് ചെയ്യുന്ന ആളാണ്. സോ എന്നെ കരയിപ്പിച്ചൊരു ഗിഫ്റ്റായിരുന്നു അത്. എനിക്കിപ്പോൾ അതെന്താ പറയണ്ടേ, ഞാനിപ്പോൾ ഭയങ്കര സ്പീച്ച്ലെസ് ആണ് ആക്ച്വലി. സോ എനിക്ക് ഇത് തന്നു. ഇത് ഓക്കെ, ഇത് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ലൈക്ക് ഞാൻ ഓപ്പണാക്കി തരാം. ഓപ്പണാക്കും. സോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആക്ച്വലി ഇത് എനിക്കിതിനെ കൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം മോതിരം ഇതെന്നെ ഞാൻ ഓൺ ദ സ്പോട്ട് കരഞ്ഞു. ഭാഗ്യം അതിൻ്റെ ഒന്നും വീഡിയോ കിട്ടിയില്ല, എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ ഹാപ്പിയായി, കുറേ കേസിൽ ഞാൻ ഹാപ്പിയായി. ലൈക്ക് ഒന്ന് ലണ്ടനിലെ ഇരിക്കുന്ന അവളുടെ അമ്മയെ വിളിച്ച് അമ്മയെ കൊണ്ട് ഇങ്ങനൊരു സാധനം സെറ്റാക്കി അത് എനിക്ക് അമ്മയെ കൊണ്ട് വീട്ടിൽ എത്തിച്ച്, അത് ഫസ്റ്റ് സർപ്രൈസ്. സെക്കൻഡ്, അവള് ചെറിയ പ്രായത്തിൽ തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ വേറൊരു നാട്ടിൽ പോയി അവിടുന്ന് ലൈക്ക് അത് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ച കാര്യമായിരുന്നു. സോ നമ്മളെ അനിയത്തി അല്ലെങ്കിൽ നമ്മളെ അടുത്തുള്ള ഒരാൾ ഇത്രയും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. ലൈക്ക് അവർ എന്ത് ചെയ്യാനും കേപ്പബിൾ ആണ്. അവരിനി ഏത് സാഹചര്യം അതിലെ സത്യം പറഞ്ഞാൽ സന്തോഷം തന്നു. പിന്നെന്താ അപ്പം പേര് ഞാൻ പറയില്ല, സ്നേഹ. എന്നെ ലൈക്ക് അറിയുന്നവർക്കെല്ലാം അറിയാം, സ്നേഹ എല്ലാവർക്കും അറിയാം. സോ ഇതായിരുന്നു അത് തന്ന ഗിഫ്റ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഞാൻ ഹാപ്പിയായി. ഞാൻ പറഞ്ഞില്ല, ഇപ്പം 10 പേരെങ്കിൽ 10 പേര് നമ്മളെ ബർത്ത്ഡേ ഓർത്ത് നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും വലിയ ഭാഗ്യം എന്താ വേണ്ടേ? പണ്ടുണ്ടായ ഇപ്പം 100 ആൾക്കാർ തന്നെ നമുക്ക് വിഷ് വേണം എന്നൊന്നും നമ്മൾ ആഗ്രഹിക്കരുത്. പക്ഷെ ഇല്ല, 10 പേരെങ്കിലും നമുക്ക് വേണ്ടി ടൈം എടുത്ത് എഫേർട്ട് എടുത്ത്
നമ്മൾ ബർത്ത്ഡേ സ്പെഷ്യൽ ആക്കുന്നുണ്ടെങ്കിൽ അതല്ലേ അതിൻ്റെ ഒരു ഇത് അത്. സോ ദാറ്റ്സ് ഇറ്റ്. എൻ്റെ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ എന്താ പറയുക, ഹാപ്പിയാണ്. ദാറ്റ്സ് ഇറ്റ്. ബൈ. ഹായ്. ഓക്കെ.